ആദിഗുരുജി ഫൗണ്ടേഷൻ്റെ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്രം വളരെ സാധ്യതയേറിയതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായി അന്വേഷിക്കുന്നവരുടെ. അവിടെ ക്രമകാളി രീതിയിൽ വരുന്ന ഭദ്രകാളിയുമുണ്ട്, കാലഭൈരവനുണ്ട്, 12 കാലസർപ്പങ്ങളും ജ്യോതിർലിംഗവുമുണ്ട്. ഭൈരവനും അതേപോലെ തന്നെ ഗണപതിയും, ഗണപതിയുടെ അപ്പുറത്ത് വീരഭദ്രനും വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ പൂർണ്ണ മുക്തിയിലേക്കുള്ള മുക്തിയാണ് അവിടുത്തെ ഇൻറ്റൻഷൻ. അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നൽകുന്ന പ്ലേസാണത്. വീരഭദ്രൻ, ഭദ്രകാളി, ഗണപതി ഇത് മൂന്നും കൂടി അടങ്ങുമ്പം തന്നെ നിങ്ങളൊരു ശക്തിയെ കാവ് പോലെ തന്നെ ശക്തമായി ഊർജ പ്രക്രിയയിൽ അവിടെ നിന്ന് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തിയിട്ട് അവിടം വരെ എത്തിക്കുകയും അതിൻ്റെ അപ്പുറത്തേക്ക് സഹായിക്കുന്നതുമാണ് ജ്യോതിർലിംഗം. ആത്മീയ അന്വേഷണം വളരെ സൈലൻസ് ആണ്. ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഒരാളോട് പങ്കുവെക്കും, നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോഴും പങ്കുവെക്കും. എന്നാൽ ഉള്ളിലെ യാത്ര അങ്ങനെയല്ല. ഭൗതിക സത്യങ്ങളെ വിളിച്ചു പറയാൻ വളരെ എളുപ്പമാവും നമുക്ക്, പക്ഷേ ആധ്യാത്മിക സത്യങ്ങൾ പറയാൻ പാടുപെടുമെന്നുള്ള പോലെ സിദ്ധന്മാർ പറയുന്നത് പോലെ അണ്ടവും പിണ്ടവും ഒക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ആ അണ്ടത്തിൽ നിന്ന് പിണ്ടത്തിലേക്കുള്ള ചേരുവ എന്ന് പറയുന്ന കുറച്ച് ഊർജ പ്രക്രിയയിലേ സംഭവിക്കുള്ളൂ. ഊർജ്ജം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാ ഞാനൊരു ഉന്മേഷമായി എന്ന് പറയുന്നതല്ല. നമ്മുടെ മൂലാധാരയിരിക്കുന്ന പ്രാണൻ തുടിക്കണം സഹസ്രാരയിലേക്ക്. ആജ്ഞയുടെ 3 ചക്രങ്ങളും ബിന്ദു, കപോല, അതേപോലെ ലലാധരം നമുക്ക് തുറക്കപ്പെടണം. ദിവ്യദൃഷ്ടി തുറക്കപ്പെടണം. അതിനാ ദിവ്യദൃഷ്ടിയുടെ ആ ഒരു ക്രമീകരിച്ചുകൊണ്ടുള്ള സ്ഥലമാണിത്. അവിടെ വന്ന് സാധന ചെയ്യാം, അവിടെ വന്ന് വോളണ്ടിയറിങ് ചെയ്യാം, അവിടെ സന്യാസ മാർഗത്തിലേക്ക് പോകാൻ സ്വീകരിക്കുന്നവർക്ക് അത് ചെയ്യാം. എല്ലാം നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടി, നിങ്ങളുടെ ഉള്ളിലെ തിരിച്ചറിവിൻ്റെ പ്രകാരം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരിടമാണത്. എൻ്റെ ആത്മാർത്ഥമായുള്ള ഒരു അപേക്ഷയും അതേ ഉള്ളൂ.